പാലക്കാട് ജില്ലയിലോ കണ്ണൂർ ജില്ലയിലോ ജീവിക്കുന്ന ഒരാൾക്ക് കേരളത്തിൻ്റെ തലസ്ഥാനമായ തിരുവനന്തപുരത്തേക്ക് യാത്ര ചെയ്യേണ്ടതുണ്ട്. എന്നാൽ അതിന് പ്രത്യേക പാസ് വേണം. അവിടെ എത്തി ജീവിക്കണമെങ്കിൽ സർക്കാരിൻ്റെയോ അവിടുത്തെ ഭരണകൂടത്തിൻ്റെയോ പ്രത്യേക അനുമതി വേണം. നമ്മുടെ നാടിൻ്റെ ഭാഗമായ ഒരു സ്ഥലത്ത് ചെന്ന് ജീവിക്കാൻ ഇങ്ങനൊരു അനുമതി വേണമെന്ന് പറയുന്നത് എന്തുമാത്രം ഗതികേടാണ്. ഞാനിതൊരു ഉപമയായിട്ട് പറഞ്ഞതാണ്. എന്നാൽ അങ്ങനെയൊരു നിയന്ത്രണവും ഇന്ന് തിരുവനന്തപുരത്തോ ഈ രാജ്യത്തിൻ്റെ മറ്റേതെങ്കിലും ഭാഗത്തോ ഇല്ല. എന്നാൽ അങ്ങനെയൊരു നിയന്ത്രണം ഉണ്ടായിരുന്ന ഒരു സ്ഥലമുണ്ടായിരുന്നു, കാശ്മീർ. ഇന്ത്യയിലെ ഏതൊരു പൗരനും എവിടെ വേണമെങ്കിലും സഞ്ചരിക്കാമെന്ന് ഭരണഘടന ഉറപ്പു നൽകുന്ന സഞ്ചാര സ്വാതന്ത്ര്യം എന്ന മൗലികാവകാശം കാശ്മീരിൽ ലംഘിക്കപ്പെട്ടിരുന്നു. കാരണം അവിടെ നമ്മുടെ ഭരണഘടനയ്ക്കോ പാർലമെൻറ്റ് പാസ്സാക്കുന്ന നിയമങ്ങൾക്കോ ഒരു പേപ്പർ കഷ്ണത്തിൻ്റെ പോലും വില ഉണ്ടായിരുന്നില്ല. അതെ, കാശ്മീർ അവർ ആർട്ടിക്കിൾ 370 എന്ന കരി നിയമത്താൽ ഭാരതത്തിൻ്റെ മറ്റു ഭാഗങ്ങളിൽ നിന്ന് മറച്ചു വെച്ചിരിക്കുകയായിരുന്നു. എന്നാൽ ഇന്ന് ആ അവസ്ഥ മാറിയിരിക്കുന്നു. ഇന്ന് നിങ്ങൾ കാശ്മീർ സന്ദർശിക്കണം. റിലീവ്, ഗലീവ്, ചലീവ് എന്ന് പറഞ്ഞ് കാശ്മീരി പണ്ഡിറ്റുകളെ ആട്ടി ഓടിച്ച സ്ഥലത്ത്, ആയിരക്കണക്കിന് പട്ടാളക്കാർക്ക് ജീവൻ വെടിയേണ്ടി വന്ന സ്ഥലത്ത്, സൈനികർക്ക് നേരെ കല്ലേറുകൾ നടന്നിരുന്ന സ്ഥലത്ത് ഇവിടെയെല്ലാം ഇന്ന് സമാധാനം മാത്രമേ കാണാൻ സാധിക്കൂ. ഒരു കാലത്ത് പാകിസ്ഥാന്റെ പതാക ഉയർന്നിരുന്ന ലാൽ ചൗക്കിൽ ഇന്ന് ത്രിവർണ്ണ പതാക പാറി കളിക്കുകയാണ്. അതെ, കാശ്മീർ ഇന്ത്യയുടെ അവിഭാജ്യ ഘടകമാണെന്ന് നമുക്കിന്ന് ഉറപ്പിച്ച് പറയാൻ കഴിയും. ഇതിന് നമ്മൾ നന്ദി പറയേണ്ടത് ആരോടാണ്? നരേന്ദ്രമോദിയോടാണോ? അല്ല. അമിത്ഷായോടാണോ? ഒരിക്കലുമല്ല. ആർട്ടിക്കിൾ 370-ക്കെതിരെ പോരാടി ആദ്യമായി ജീവൻ വെടിഞ്ഞ ഡോക്ടർ ശ്യാമപ്രസാദ് മുഖർജിയോടാണോ? അല്ലേ അല്ല. ഇവരോടെല്ലാം വോ കാശ്മീർ അമാരാ ഹേ എന്ന് ആത്മാഭിമാനത്തോടെ പറയാൻ പഠിപ്പിച്ച, ഭാരതത്തിന്റെ കാശ്മീർ എന്ന് ഉറക്കെ പ്രഖ്യാപിച്ച, അതൊരു ജീവിതവ്രതമായി ഒപ്പം കൂട്ടാൻ ശക്തി പകർന്ന ആ സംഘടനയോടാണ്, ആ 3 അക്ഷരങ്ങളോടാണ്, RSSനോടാണ്.